ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മാറ്റം വന്നതിന് ശേഷം, ഭരണമാറ്റം വന്നതിന് ശേഷം പശ്ചിമ ബംഗാളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ കുറെ പേർ തിരിച്ചു പോയിട്ടുണ്ട്, ആയിട്ട് വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ പലരും മറ്റു പല സ്ഥലങ്ങളിലും, ഇന്ത്യയുടെ മറ്റു പല സ്ഥലങ്ങളിലും താവളം ഉറപ്പിക്കാനുള്ള പരിശ്രമം നടത്തി വരികയാണ്. അപ്പോൾ അതിഥി തൊഴിലാളികളുടെ മറവിൽ തിരുവനന്തപുരത്തും ചില സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുള്ളതായിട്ടുള്ള അറിവുകൾ വരുന്നുണ്ട്, വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിഥി തൊഴിലാളികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന കൂട്ടത്തിൽ പലരോടൊപ്പവും ഇവരും വന്നിട്ടുണ്ട്. അത് നമ്മുടെ നാടിന്റെ സുരക്ഷയെ ബാധിക്കും, ആരോഗ്യ ഘടനയെ ബാധിക്കും. അപ്പോൾ അക്കാര്യങ്ങളിൽ കോർപ്പറേഷന്റെ ശക്തമായ നിരീക്ഷണവും ഇടപെടലും ഉണ്ടാകും. അതായത് ഇതിൽ പോലീസ് സംവിധാനം ഇടപെടേണ്ട ചില മേഖലകളുണ്ട്, കോർപ്പറേഷൻ ഇടപെടാൻ അവകാശവും അധികാരവുമുള്ള ചില മേഖലകളുണ്ട്. കോർപ്പറേഷന് ഇടപെടേണ്ട മേഖലകളിലൊക്കെ തന്നെ ഞങ്ങൾ വളരെ ശക്തമായി ഇക്കാര്യങ്ങൾ ഇടപെടും. അതിന്റെ അടിസ്ഥാനത്തിൽ ലേബർ കോൺട്രാക്ടർമാരെ സപ്ലൈ ചെയ്യുന്ന ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം വിളിക്കും. അതിഥി തൊഴിലാളികളെ കരാറുകാർക്കും അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിലൊക്കെ തന്നെ കൊടുക്കുന്ന ലേബർ കോൺട്രാക്ടർമാരുണ്ട്. ആ ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം കോർപ്പറേഷൻ വിളിക്കും. ആ യോഗത്തിൽ ലേബർ കോൺട്രാക്ടർമാർ സൂക്ഷിക്കേണ്ട രേഖകൾ, ആ രേഖകൾ ഞങ്ങൾ പരിശോധിക്കും. ആ യോഗത്തെ തുടർന്ന് അതോടൊപ്പം തന്നെ ലേബർ ക്യാമ്പുകളിൽ പരിശോധന ശക്തമാക്കും. അവിടുത്തെ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, അവിടെ പരിശോധിക്കേണ്ട രേഖകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കോർപ്പറേഷന് പരിശോധിക്കാൻ അവകാശവും അധികാരവുമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശക്തമായ പരിശോധന നടക്കും. ഹോട്ടലുകളിൽ ബംഗ്ലാദേശികൾ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ലേബർ ക്യാമ്പുകളിലും നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ലാത്തവർ താമസിക്കുന്നുണ്ടോ അതിഥി തൊഴിലാളികളുടെ മറവിൽ എന്ന് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് മതിയായ രേഖകളോട് ഇവിടെ താമസിക്കുന്ന, ജോലി ചെയ്യുന്ന എല്ലാവർക്കും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നൽകേണ്ട എല്ലാ പൂർണ്ണ സംരക്ഷണവും ഒരുക്കും. അതോടൊപ്പം തന്നെ അവരുടെ മറവിൽ മറ്റു രാജ്യത്തെ പൗരന്മാർ നുഴഞ്ഞു കയറി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനെ ശക്തമായിട്ട് കോർപ്പറേഷൻ പ്രതിരോധിക്കേണ്ട രംഗത്ത് ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ പോലീസുമായി ഷെയർ ചെയ്യും, പോലീസിനെ അറിയിക്കും. ഇത് നമ്മുടെ നാടിന്റെ സുരക്ഷയുടെ തന്നെ ഒരു പ്രശ്നമാണ്. വളരെ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറുന്നവർ ഏർപ്പെടുന്നതായിട്ടുള്ള വ്യാപകമായിട്ടുള്ള റിപ്പോർട്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലൊക്കെ തന്നെ നടന്ന ഏറെക്കുറെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. അതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് അവർ ചെയ്യുന്നത് പലരും. അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരുമുണ്ട്. ഇതൊന്നും തിരുവനന്തപുരത്ത് നടക്കാൻ അനുവദിക്കില്ല. അതിന്റെ ഭാഗമായി കോർപ്പറേഷൻ ചെയ്യേണ്ട എല്ലാ പരിശോധനകളും ഞാൻ ശക്തമാക്കും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ റെയ്ഡ് ഉണ്ടാവും, നിരീക്ഷണം ഉണ്ടാവും, കിട്ടുന്ന വിവരങ്ങൾ പോലീസിനെ അറിയിക്കും. ചില സ്പാകളിൽ ബംഗ്ലാദേശായിട്ടുള്ള സ്ത്രീ ജീവനക്കാരുൾപ്പെടെ ജോലി ചെയ്തതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ചിലത് ഇന്റലിജൻസ് വിഭാഗത്തിന്റെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോലീസിന്റെ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്പാകളും ഹോട്ടലുകളും ആണ് ഇവരുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ രണ്ടെണ്ണം. ഇതോടൊപ്പം കൺസ്ട്രക്ഷൻ മേഖലയിലും അതിഥി തൊഴിലാളികളോടൊപ്പം ഇവിടെ കടന്നുകൂടിയിട്ടുള്ള വിവരങ്ങളുണ്ട്. അത് ലേബർ ക്യാമ്പുകളിലൂടെ പരിശോധനയിലൂടെ ഞങ്ങൾ അത് ശക്തമായി പുറത്തു കൊണ്ടുവരും. കോർപ്പറേഷൻ പരിശോധിക്കേണ്ട രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾക്ക് സംശയം വരുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കും. പോലീസിനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് കൂടുതൽ അധികാരവും അവകാശവും ഉണ്ട്, കോർപ്പറേഷനേക്കാൾ കൂടുതൽ മെഷീനറി ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന സംശയകരമായ കാര്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ബാക്കി കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു.
ഇന്നലെ ഈ വിവരത്തിൽ ഇടപെടാൻ ഞങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ അതിന്റെ ആക്ടിവിറ്റി നടക്കുകയാണ്. എന്തായാലും മുഴുവൻ പേരെയും ഒരു പക്ഷേ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. അങ്ങനെയാണെങ്കിലും ലഭ്യമാവുന്ന ആൾക്കാരുടെ മീറ്റിംഗ് എത്രയും പെട്ടെന്ന് നടത്തും. ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതാ സ്ഥലങ്ങളിൽ യോഗം നടത്തുകയും അതാ സ്ഥലങ്ങളിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടത്തും. അല്ല, ഞാൻ പറഞ്ഞ ലഭിച്ച വിവരങ്ങളുണ്ട്. ഇപ്പൊ കൊല്ലത്തെ ഇൻസിഡന്റ് അങ്ങ് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ പരിശോധനകൾ കർശനമാക്കുമ്പോഴേ നമ്മുടെ വിഭാഗത്തൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാതിരിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇല്ലാതിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരിശോധനകൾ ശക്തമാക്കുമ്പോഴേക്കും അവരൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് കൂടെ നിൽക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും കോർപ്പറേഷന്റെ ഹെൽത്ത് സ്ക്വാഡ് അവർക്ക് പ്രത്യേക നിർദ്ദേശവും, ഞങ്ങൾക്കിപ്പോൾ സ്ക്വാഡുണ്ട്. കോർപ്പറേഷന് 4 സ്ക്വാഡ് എല്ലാ സമയവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്വാഡിന് ഇക്കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടണമെന്നുള്ള നിർദ്ദേശം കൊടുക്കും. അല്ല, വലിയൊരു വാർത്തയാണ് ഇന്നലെ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. അക്കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അധികാരം പോലീസിനാണുള്ളത്. രേഖകൾ തയ്യാറാക്കുക, അതൊക്കെ ഇടപെടാനുള്ള അധികാരം കോർപ്പറേഷനില്ല, പോലീസിനാണ്. പോലീസ് അക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യും. ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നത് പ്രധാനമായിട്ട് ഹെൽത്ത് സെക്ടറിലാണ്. ആരോഗ്യ മേഖലയുടെ പരിശോധന ഞങ്ങൾ ശക്തമാക്കുക. അപ്പൊ ആ പരിശോധന നടത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം ഞങ്ങൾക്ക് വിളിക്കാം. അത് വിളിച്ച് അവരോട് ഓരോരുത്തരുടെയും കീഴിൽ എത്ര അതിഥി തൊഴിലാളികളുണ്ട്, അവരുടെ ഡോക്യുമെന്റ്സ്, ഇതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ലേബർ ക്യാമ്പുകളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും. അല്ല, ഇങ്ങനെ മറ്റു രാജ്യത്തെ പൗരന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാത്ത സാഹചര്യം സൃഷ്ടിക്കുമല്ലോ, രേഖകളില്ലാതെ വന്നു കഴിഞ്ഞാൽ. അത് ബാക്കി ഗവൺമെന്റ് നോക്കുള്ളൂ. ബാക്കി സംസ്ഥാനം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നോക്കും. അപ്പൊ ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുള്ള അധികാരാവകാശമൊന്നുമില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ നിർവഹിക്കും. ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കും. ബാക്കി ഗവൺമെന്റും പോലീസും ചെയ്യും. അല്ല, എവിടെ നിന്ന് എന്തൊക്കെ നിർദ്ദേശം ലഭിച്ചു എന്നുള്ള ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല. എന്തായാലും ഒരു പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പ്രോപ്പർ ചാനലിൽ വരേണ്ട വിവരങ്ങൾ വരുന്നുണ്ട്. രാഷ്ട്രീയമായി ലഭിക്കേണ്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന എന്ന് വെച്ചോളൂ. ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അതിഥി തൊഴിലാളികൾക്ക് ഏത് തരത്തിൽ കോർപ്പറേഷൻ അങ്ങനെയുള്ള രേഖകൾ കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാണ് ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം വിളിച്ച് അവരുടെ കൂടി അഭിപ്രായം തേടി നിയമത്തിനകത്ത് നിന്നുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും അവരുടെ തൊഴിലാളികളുടെ ലിസ്റ്റ് തരേണ്ടി വരും. അവരുടെ സുരക്ഷാ കാർഡ് കർശനമാക്കേണ്ടി വരും. അതെങ്ങനെ ചെയ്യണം, എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കണമെന്ന് കൂടുതൽ ചർച്ചകൾ വേണ്ടി.